വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്റർ ആയിട്ടുള്ള 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത് ഗതാഗതത്തെക്കുറിച്ചും ആശയവിനിമയത്തെക്കുറിച്ചിട്ടൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും PSC ആവർത്തിക്കുന്ന SCRT പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ വാർത്താ കൊളാഷുകൾ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യൻ നേഷ്യൽ ഭൂചലനം, ഹൃദയ ശസ്ത്രക്രിയയ്ക്കായിട്ട് കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിലെത്തിച്ചു കൊച്ചിയിൽ. അതുപോലെ പ്രളയ ദുരിതാശ്വാസ പ്രഖ്യാപനത്തിന് മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്ന കുറേ വാർത്തകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കുവാൻ കഴിഞ്ഞ എങ്ങനെയാണ്? എയർ ആംബുലൻസിലാണ് അല്ലേ. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയായിരിക്കും? പത്രങ്ങൾ വഴിയായിരിക്കാം, റേഡിയോ വഴി അല്ലേ, ഓൺലൈൻ മാധ്യമങ്ങൾ, ടെലിവിഷൻ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ നൽകിയിട്ടുണ്ടായിരിക്കാം. തീരദേശവാസികൾക്ക് ഈ പ്രളയത്തിനുമായിട്ട് അല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഭൂചലനം സുനാമിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് വാർത്തകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നത്. ഈ സന്ദർഭങ്ങളെല്ലാം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി വ്യക്തമാക്കുന്നു. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത്. ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു. ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്നും ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അപ്പോൾ എന്തിനാണ് ഈ ആശയ സംവിധാനങ്ങൾ എന്താണ്? മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആശയവിനിമയം സഹായിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ചരക്കുകളൊക്കെ അല്ലെങ്കിൽ ചരക്കുകളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഗതാഗതം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശയവിനിമയമാണെന്നുണ്ടെങ്കിലോ ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു ഒരിടത്തിൽ നിന്നും ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗതാഗതത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഗതാഗതം എന്ന് വെച്ചാൽ? നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്നില്ലെങ്കിൽ സൗജന്യങ്ങളെയോ അല്ലെങ്കിൽ ചരക്കുകളെയോ ഒക്കെ നമുക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒരു മാർഗമാണ് ഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുകളിലെ കുറച്ച് തപാൽ സ്റ്റാമ്പിൻ്റെ പിക്ചറുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഓരോ കാലഘട്ടത്തിലെയും വണ്ടികളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നില്ലേ. വാഹനങ്ങളിലെ വ്യത്യാസം എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതായത് ആദ്യം തന്നെ എന്തായിരുന്നു? പല്ലക്കായിരുന്നു. പിന്നെ സ്കൂൾ റിക്ഷയായി. പിന്നെന്തായി മാറിയത്? സൈക്കിൾ റിക്ഷയായിട്ട് മാറി. പിന്നെന്തായത്? ഡബിൾ ഡെക്കർ ബസ്സായി മാറി. പിന്നെയോ ബസ്സായി മാറി. അതിനുശേഷം ഡബിൾ ഡെക്കർ ബസ്സായി മാറി. പിന്നെന്താ? കാറായിട്ട് മാറി അല്ലേ. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളാണ് വന്നിരുന്നതെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് അല്ലേ, ഈ സ്റ്റാമ്പുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? മൃഗങ്ങളെയായിരുന്നു അല്ലേ. ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഇന്ന് മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? അടിയന്തര സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിനോദം, കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെന്തൊക്കെയാണ് വിനോദം? സാഹസിക വിനോദം, യുദ്ധം എന്നിവയ്ക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് വാഹനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാഹനങ്ങൾ? മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി
വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നിറവേറ്റിയിട്ടുണ്ടായിരിക്കാം? എങ്ങനെയായിരിക്കും? കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? അതുപോലെ തന്നെ ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനായിട്ട് എന്താണ് ചെയ്തിരുന്നത്? തലച്ചുമടായിട്ട് അല്ലേ? അതുപോലെ മൃഗങ്ങളുടെ പുറത്ത് വെച്ചിട്ടും എന്ത് കൊണ്ടുവിട്ടിരുന്നു? ചരക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളാണ് ഉണ്ടായിരുന്നത്? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അല്ലേ? അതുപോലെ തന്നെ അധ്വാനം കൂടുതലാണ്. മനുഷ്യന്മാരുടെ അധ്വാനം കൂടുതലാണ്. കാലതാമസം നേരിട്ടായിരുന്നു അല്ലേ? കുറേ സമയം എടുത്തിട്ടായിരുന്നു. അതുപോലെ തന്നെ യാത്രകൾ ദുഷ്കരമായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ ഈ മാർഗങ്ങൾ കൊണ്ടുള്ള പരിമിതികൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല, മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു, കാലതാമസം നേരിട്ടിരുന്നു, യാത്രകൾ ദുഷ്കരമായിരുന്നു. മുകളിൽ സൂചിപ്പിച്ച പരിമിതികൾ മറികടക്കാനാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. അപ്പോൾ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്ത് എന്ത് സംഭവിച്ചത്? മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ചക്രത്തിൽ നിന്ന് എങ്ങനെയാണ് വാഹനത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്, നോക്കാം. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ചുരുട്ടിയാൽ ഭാരനീക്കം എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വെച്ച് ഉരുട്ടിയ ഭയങ്കര എളുപ്പം, ഭാരം നീക്കം നമുക്ക് എളുപ്പം ആക്കാമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഉരുളകളെ ചെറുതാക്കി എന്തായി മാറ്റി? ചക്രങ്ങളാക്കി മാറ്റി. അങ്ങനെയാണ് ചക്രം കണ്ടുപിടിക്കുന്നത്. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൽ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിന്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതായത് സ്വിറ്റ്സർലാൻഡിൽ 1976 ആ സമയത്ത് കണ്ടെത്തിയിട്ടുള്ള 4500-അധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഫോട്ടോയാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഭാഗം അല്ലേ? മേപ്പിൽ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചക്രത്തിന്റെ പകുതി ഭാഗം നമുക്ക് കാണുന്നതിനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി മെസ്സപ്പൊട്ടേമിയനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് മെസ്സപ്പൊട്ടേമിയയിൽ എങ്ങനെയായിരുന്നു നോക്കാം. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ മെസ്സപ്പൊട്ടേമിയയുടെ പ്രദേശം എന്ന് പറയുന്നത്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പൊട്ടേമിയ എന്ന വാക്കിന് അർത്ഥം. അപ്പോൾ നമുക്കറിയാം, PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത് എന്ന വാക്കിന് അർത്ഥം അല്ലാന്നുണ്ടെങ്കിൽ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന് അർത്ഥം വരുന്ന ഇത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മെസ്സപ്പൊട്ടേമിയ അല്ലേ? മെസ്സപ്പൊട്ടേമിയാണ്. അതുപോലെ തന്നെ ഏതാ നദികളാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസ് ആണ്. ഇന്ന് ഈ മെസ്സപ്പൊട്ടേമിയ എവിടെയാണ്? ഇന്നത്തെ ഇറാഖ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നതാണ് മെസ്സപ്പൊട്ടേമിയാണ്. ഇന്നൊക്കെ ചിത്രങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, നോക്കാം അല്ലേ? ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചു വന്ന കാണിക്കുന്ന ചിത്രങ്ങളാണ് ഈ മുകളിൽ നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ചക്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനൊക്കെയാണ്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു അല്ലേ? മനുഷ്യരാണ് വലിച്ചു കൊണ്ടുപോയിരുന്നത് ചക്രങ്ങൾ ഉപയോഗിച്ച വണ്ടികൾ. അതുപോലെ തന്നെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ യാത്ര ചെയ്തിരുന്നു അല്ലേ? മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു, മനുഷ്യർ യാത്ര ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? മൃഗങ്ങളെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയിരുന്നു അല്ലേ? നമുക്ക് ഈ പിക്ചറിൽ എന്ത് കാണാൻ പറ്റും? മൃഗങ്ങളെ കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. മനുഷ്യർ യാത്ര ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ യാത്ര ചെയ്തതോടൊപ്പം എന്ത് കൊണ്ടുപോയിരുന്നു? സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുന്നതിനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയാണ് ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങൾ വലിച്ചിട്ടും മനുഷ്യർ വലിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ
അങ്ങനെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഉപയോഗിക്കുന്നതിനും ഇങ്ങനെ ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. ചക്രത്തിന് പകരം എന്ത് കണ്ടുപിടിച്ചു? യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങളുടെ വരവോട് കൂടിയിട്ടാണ് ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ചരക്കുകളെയും മനുഷ്യരെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗ്ഗങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെ ഗതാഗത മാർഗ്ഗങ്ങളാണുള്ളതെന്നാണ് നമുക്ക് പിക്ചറിൽ കാണുന്നത്. ഗതാഗത മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. ഇനി കരഗതാഗതത്തിൽ ഏതൊക്കെ വരും? റോഡ് ഗതാഗതം വരും. അതുപോലെ തന്നെ റെയിൽ ഗതാഗതം എന്നിൽ വരുന്നതാണ് കരഗതാഗതത്തിൽ വരുന്നവയാണ്. ഇനി ജലഗതാഗതത്തിലോ ഉൾനാടൻ ജലഗതാഗതം അല്ലേ, കടൽ സമുദ്ര ഗതാഗതം. ഇനി വ്യോമഗതാഗതത്തിലോ ദേശീയ വ്യോമഗതാഗതം, അന്തർദേശീയ വ്യോമഗതാഗതവും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗതാഗതങ്ങൾ ഏതൊക്കെയാണ്? ജലഗതാഗതം, കരഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതത്തിൽ ഏതൊക്കെ വരുന്നു? റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. അതുപോലെ തന്നെ പ്രധാന ജലഗതാഗത മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതം, കടൽ സമുദ്ര ജലഗതാഗതം. പ്രധാന വ്യോമഗതാഗത മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ദേശീയ, അന്തർദേശീയ വ്യോമഗതാഗതം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ്? റോഡ് ഗതാഗതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. കരഗതാഗതത്തിൽ നമ്മൾ പറഞ്ഞു റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതമാണ് വരുന്നതെന്ന് പറഞ്ഞു. കരയിലൂടെയുള്ള ഗതാഗത സംവിധാനത്തെയാണ് എന്ന് പറയുന്നത് കരഗതാഗതം എന്ന് പറയുന്നത്. ഇനി റോഡ് ഗതാഗതം, വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണം അല്ലേ. സഞ്ചാരപാതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഗമമായ സഞ്ചാരം ലാഭമാകുള്ളൂ. വാഹനങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് കാര്യമില്ല. സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒറ്റയടി പാത നൽകിയിട്ടില്ലേ, അത് പിന്നെ മൺപാതയായി, പിന്നെ എന്ത് മാറി? കല്ല് പാകിയ പാതയായി മാറി. പിന്നീട് കോൺക്രീറ്റ് പാതയായി, പിന്നെന്താ ടാർ ചെയ്ത പാതയായിട്ട് മാറി. ഒറ്റയടി പാത, മൺപാത, കല്ല് പാകിയ പാത, കോൺക്രീറ്റ് പാത, ടാർ ചെയ്ത പാത. ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് അല്ലേ. പണ്ട് ഉപയോഗിച്ചിരുന്നത് ഒറ്റയടി പാതകളും മൺപാതകളാണ്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളൊക്കെ നിലവിൽ വന്നു. ഇനി എന്താണ് മക്ആദം റോഡുകൾ എന്ന് വെച്ചാൽ എന്താണ്? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെയിൽ മക്ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്ആദം റോഡുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താണ് മക്ആദം റോഡുകൾ? 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെയിൽ മക്ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളെയാണ് മക്ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖലയാണ് നിലവിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്? ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിവയാണുള്ളത്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ നൽകിയിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി സുവർണ ചതുഷ്കോണം അല്ലെങ്കിൽ ഗോൾഡൻ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? സുവർണ ചതുഷ്കോണം ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് ഈ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ ഏതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും കൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. അപ്പോൾ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സുവർണ ചതുഷ്കോണമാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി
സിൽച്ചാറിനെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായിട്ടും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്താണ് സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ടും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ വികാസ പരിണാമം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പിക്ചർ നോക്കാൻ നമുക്കറിയാം അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ആദ്യകാലത്ത് എന്താണ് മനുഷ്യർ വലിക്കുന്ന വാഹനങ്ങളായിരുന്നു അല്ലേ. അതിനുശേഷം പിന്നീട് മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങളായി മാറി. പിന്നെ എന്താണ് മനുഷ്യ പ്രയത്നം ആവശ്യമുള്ള സൈക്കിളിൻ്റെ ഉപയോഗമായി. സൈക്കിളിന് ശേഷം സ്കൂട്ടർ വന്നു, പിന്നെ ഓട്ടോറിക്ഷ വന്നു, കാറ് വന്നു. പിന്നെ എന്താ വന്നത്? കാർ വന്നു. ചരക്ക് നീക്കത്തിനായിട്ട് വാഹനങ്ങൾ വന്നു, പൊതുഗതാഗതത്തിനുള്ള വാഹനങ്ങൾ വന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ വികാസത്തോടൊപ്പം സഞ്ചാര പാതകളിലും എന്ത് സംഭവിച്ചു? വ്യത്യാസങ്ങൾ വന്നു. ഇനി റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ ഏതൊക്കെയാണ്? താരതമ്യേന ചിലവ് കുറവാണ് അല്ലേ. ചിലവ് കുറവാണ് റോഡ് ഗതാഗതത്തിന്. അതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ റോഡ് ഗതാഗതം പ്രാപ്യമാക്കുന്നുണ്ട്. ഹ്രസ്വദൂര യാത്രകൾക്കാണ് ഏറ്റവും അനുയോജ്യം. അപ്പോൾ താരതമ്യേന ചിലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നുണ്ട്, ഹ്രസ്വദൂര യാത്രകൾക്കാണ് ഏറ്റവും അനുയോജ്യം. അതുപോലെ തന്നെ സൗകര്യപ്രദമാണ് അല്ലേ. വിവിധ ഉദ്ദേശ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം എന്ന് പറയുന്നത് എന്താണ്? ബസ്സാണ്. ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം എന്താണ്? റോഡ് മാർഗമാണ് ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം. അപ്പോൾ താരതമ്യേന ചിലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നുണ്ട്, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗമാണ്. അതുപോലെ തന്നെ എന്താണ്? വിവിധ ഉദ്ദേശ സേവനങ്ങൾ നൽകുന്നുണ്ട് അല്ലേ. സൗകര്യപ്രദമാണ്. ഇനി എന്താണ് നമ്മൾ റെയിൽ ഗതാഗതം? നമ്മൾ റോഡ് ഗതാഗതം പഠിച്ചു കഴിഞ്ഞു, കരഗതാഗതം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് റെയിൽ ഗതാഗതമാണ്. റെയിൽ ഗതാഗതം അല്ലേ. നമ്മൾ പറഞ്ഞു കരഗതാഗതത്തിൽ വരുന്നതാണ് ഈ റോഡ് ഗതാഗതം, അതുപോലെ തന്നെ റെയിൽ ഗതാഗതം. റോഡ് ഗതാഗതം എന്നാന്ന് പറഞ്ഞു. ഇനി എന്താണ് റെയിൽ ഗതാഗതം? ഏത് പ്രായക്കാർക്കും കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം അല്ലേ. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണ്? റെയിലാണല്ലേ. ഓക്കെ, തീവണ്ടിയാണ്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. അപ്പോൾ എന്താണ്? ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന് പറയുന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. അപ്പോൾ അത് ചോദിക്കാട്ടോ. ജോർജ് സ്റ്റീഫൻസൺ ആണ് 1825 എവിടെ? ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ഉദയം ചെയ്തത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പ്രവർത്തിക്കാനുള്ള ഇന്ധനം ഏതാണ്? കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. അതിനുശേഷം എന്ത് വന്നു? ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. അതെന്താ പറഞ്ഞത്? റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വേഗതയേറിയ സംവിധാനമല്ലേ. കരഗതാഗതത്തിൽ ഏറ്റവും വേഗതയേറിയ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? റെയിൽ ഗതാഗതമാണ്. ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. ഇതിനുള്ള ഇന്ധനം എന്ന് പറയുന്നത് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? കൽക്കരിയായിരുന്നു അല്ലേ. കൽക്കരിയാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളൊക്കെ നിലവിൽ വന്നത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതായിരുന്നു? സ്റ്റോക്ടൺ അതുപോലെ തന്നെ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടായിരുന്നു. ഏതാണ് വർഷം? 1825 ഇംഗ്ലണ്ടിലെ 1825 ഇംഗ്ലണ്ടിൽ നമ്മൾ പറഞ്ഞു ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വർഷം തന്നെയാണ് ഇംഗ്ലണ്ടിൽ സ്റ്റോക്ടണും ഡാർലിംഗ്ടൺ തമ്മിൽ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ചതാണ് സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ ജോർജ് സ്റ്റീഫൻസൺ
സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടീവ് ഉണ്ടാക്കി അല്ലേ. എന്നിട്ട് ആ ഒരു പാതയിലൂടെ എന്താണ് ചെയ്യുന്നത്, ഓടിച്ചു അല്ലേ. അങ്ങനെയാണ് അത് ഇവിടെ തുടക്കം കുറിക്കുന്ന റെയിൽ ഗതാഗതത്തിന്. 1825 ഇംഗ്ലണ്ടിലായിരുന്നു ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് വ്യത്യാസമാണ് നമുക്ക് ഈ മറ്റ് ഗതാഗത മാർഗത്തിൽ നിന്നും റെയിൽ ഗതാഗതത്തിന് എന്ത് വ്യത്യാസമാണ് കാണുന്നത്? വേഗത കൂടുതലാണ് അല്ലേ, വേഗത കൂടുതലാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് മെട്രോ റെയിൽ സംവിധാനം എന്ന് പറയുന്നത് റോഡ് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുന്നതല്ല. മെട്രോ റെയിൽ സംവിധാനം റോഡ് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുന്നതല്ല. ഇനി വിവിധ കാലഘട്ടങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് തീവണ്ടി ഉപയോഗിച്ചിരുന്നതെന്നും അതിൻ്റെ സവിശേഷതകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കാണുന്നത്? ഫസ്റ്റ് കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയായിരുന്നു. ഫസ്റ്റ് എന്താണ്, കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയായിരുന്നു. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് കാണപ്പെടുന്നത്? രണ്ടാമത്തെ പിക്ചറിൽ പ്രത്യേക കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടി കാണുന്നുണ്ട്. അതുപോലെ മൂന്നാമതായിട്ട് എന്താണ് കാണുന്നത്? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി തീവണ്ടി കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താണ്, ഡീസൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടി കണ്ടുപിടിച്ചു. അതിനുശേഷം ഇലക്ട്രിക് ട്രെയിനായി, പിന്നെന്തായി, ബുള്ളറ്റ് ട്രെയിനായി. അപ്പോൾ ഇങ്ങനെയാണല്ലേ വ്യത്യാസം. നോക്കി കാലഗണനാക്രമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൽക്കരി തീവണ്ടിയായിരുന്നു. ഫസ്റ്റ് എന്തായിരുന്നു, കൽക്കരി കൊണ്ടുപോകുന്ന തീവണ്ടിയായിരുന്നു. അതിനുശേഷം കൽക്കരിന് ശേഷം എന്തായി, പ്രത്യേക ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടിയായി. പിന്നീട് യാത്രക്കാരെ കൊണ്ടുപോകുന്ന തീവണ്ടിയായി. അതിനുശേഷം എന്താണ്, ഡീസൽ ഉപയോഗിക്കുന്ന വണ്ടിയായി. പിന്നെ ഇലക്ട്രിക് ട്രെയിനായി. അതുപോലെ തന്നെ പിന്നീട് ബുള്ളറ്റ് ട്രെയിനായിട്ട് മാറി. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ആദ്യം തന്നെ ഈ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ബ്രിട്ടനിലായിരുന്നു നമ്മുടെ ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ആദ്യം ഈ റെയിൽ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ചരക്കുകൾ കൊണ്ടുപോകുക, ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുക യൂറോപ്പിലേക്ക്, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത. വർഷം ഏതാണ്? 1853ലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെ ബന്ധിപ്പിക്കുന്നു. 1853ലായിരുന്നു. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത എന്ന് പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861. ഇമ്പോർട്ടൻ്റ് ആണ് 1861. അപ്പോൾ 1853, 1861. ബോംബെ മുതൽ താനെ വരെ, തിരൂർ മുതൽ ബേപ്പൂർ വരെ. ദൈനംദിന യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മെട്രോ റെയിൽ എന്ന് പറയുന്നത്? വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയവയെല്ലാം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ എന്തുണ്ട്? മെട്രോ റെയിൽ സംവിധാനം ഇന്ന് നിലവിലുണ്ട്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. ഇനി റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ ഏതൊക്കെയാണ്? കൂടുതൽ പേർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് അല്ലേ. കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ എന്താണ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക വിപണി വ്യാപകമാക്കിയിട്ട് കാർഷിക മേഖലയെ സഹായിക്കുന്നുണ്ട്. വ്യാപാരം നടക്കുന്നുണ്ട്. വ്യാപാരത്തിൻ്റെ വികാസം, മാനവവിഭവശേഷിയുടെ ചലനാത്മകതയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഈ റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകളാണ്.
എന്താണ് ജലഗതാഗതം എന്ന് പറയുന്നത്? നമ്മൾ 2 ഗതാഗതം പഠിച്ചു വെച്ചു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? കരഗതാഗതം പറഞ്ഞു. കരഗതാഗതത്തിൽ റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം എന്നിങ്ങനെ 2 ഗതാഗതം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജലഗതാഗതമാണ്. അപ്പോൾ ജലഗതാഗതത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീച്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കണം മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കാം? എന്തൊക്കെ ആശയങ്ങൾക്കായിരിക്കും? അതിനു മുമ്പ് നമ്മൾ ഈ റെയിൽ ഗതാഗതത്തിലെ 2 ജില്ലകൾക്ക് എന്തില്ല? റെയിൽ പാത ഇല്ല. അത് പഠിച്ചു വെക്കേണ്ട. റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ ചോദിക്കാറുണ്ട്. ഇടുക്കിയും വയനാടാണ് കേട്ടോ. ഇടുക്കി, വയനാട്. ഇടുക്കി അതുപോലെ തന്നെ വയനാട് ജില്ലകൾക്ക് എന്തില്ല? റെയിൽ പാത ഇല്ല എന്നും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. റെയിൽ പാത ഇല്ലാത്ത ജില്ലകളാണ് ഇടുക്കിയും വയനാടും. ഓക്കെ, അപ്പോൾ നമ്മൾ ജലഗതാഗതം എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതം ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നു. മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിന് എന്നിവയ്ക്കൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? നമ്മൾ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സഞ്ചാരം, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്, അതുപോലെ തന്നെ എന്താണ്? മത്സരത്തിന് അല്ലേ? മത്സരത്തിന്, വിനോദസഞ്ചാരത്തിന്, മത്സ്യബന്ധനത്തിനൊക്കെ നമ്മൾ ഈ ജലഗതാഗതം ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഈ ജലഗതാഗത മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കും? എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം? എന്തായിരിക്കും? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ച് കടക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും അല്ലേ ഈ ജലഗതാഗതം എന്ന് പറയുന്നതിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കുക. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തോണികൾ നിർമ്മിച്ചിരുന്നത്? ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിയിക്കും, എന്നിട്ട് പൊള്ളയാക്കും. അതിനെയാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരുന്നത്? തോണികൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. അങ്ങനെ പണിയായുധങ്ങൾ കണ്ടെത്തലോടുകൂടി തോണി നിർമ്മാണം എളുപ്പമാക്കി മാറ്റി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയായിരിക്കണം നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗത വാഹനങ്ങൾ? വഞ്ചി, തോണി എന്തിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെസൊപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മെസൊപ്പൊട്ടേമിയത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. മെസൊപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഇതാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇനി സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ലോത്താൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എവിടെയാണ് ലോത്താൽ? ഗുജറാത്തിലാണ് ലോത്താൽ. അതെന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഈ ലോത്താൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഡോക്യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്താലിൽ നിന്നും കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ലോത്താലിൽ നിന്നും കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്തെ ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്. അതായത് ലോത്താലിൽ നിന്നും കണ്ടെത്തിയ മുദ്രകളിലും ഹരപ്പയിലൊക്കെ എന്താണ് മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിലൊക്കെ ഈ ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു സമയത്ത് ഈ ബോട്ട് അല്ലെങ്കിൽ ജലഗതാഗതം ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ ലോത്താലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രം നൽകിയിട്ടുണ്ട് അല്ലേ. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് ജലഗതാഗതത്തെ തരംതിരിക്കാം. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേ വരുന്നതിന് മുമ്പ് എന്താണ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾനാടൻ ജലഗതാഗതമാണ്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗമനം
പുരോഗതി പ്രാപിച്ചത്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു? കനാലുകൾ നിർമ്മിക്കപ്പെട്ടു അല്ലേ. അപ്പം നദികളും കായലുകളും കൂടുതലുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഉൾനാടൻ ജലഗതാഗതം ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഇതിനായിട്ട് കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. NW3 ദേശീയപാത 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഒന്ന് NW3 ദേശീയ ജലപാത നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 3 എന്ന് പറയുന്നത് കൊല്ലം ടു കോട്ടപ്പുറം വരെയാണ് കണക്ട് ചെയ്യുന്നത്. പശ്ചിമ തീര കനാലാണ് അല്ലേ. അതുപോലെ തന്നെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഉൾനാടൻ ജലഗതാഗത പാതകൾ എത്രയാണ്? 2 എണ്ണാന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ദേശീയ ജലപാത 3 ആണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്ന് പറയുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണുള്ളത്. അതും എന്താണ്? ഒരു ഉൾനാടൻ ജലഗതാഗത പാതയാണ്. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നത് വരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെയിൽ സംവിധാനം വരുന്നതിന് മുമ്പ് ഉൾനാടൻ ജലഗതാഗതയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്ന് പറയുന്നതാണ് 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാല്, പാർവതി പുത്തനാർ തുടങ്ങിയവ. അപ്പോൾ എന്നാണ് പറഞ്ഞത്? ഇന്ത്യയിലേക്ക് വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റെയിൽ ഗതാഗതമാണെന്നുണ്ടെങ്കിലും ഒരു ചരക്കുകൾ നീക്കം ചെയ്യുന്നതിനായിട്ട് യൂറോപ്യന്മാരാണല്ലേ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യമായിട്ട് ഈ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. എന്തിനാണ്? കൽക്കരി കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു. പിന്നീട് ഈ കനാലുകൾ ജലയാത്രയ്ക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാർ എന്ന് പറയുന്ന കനാലുകളൊക്കെ. ഇനി കിഴക്കിനെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? ആലപ്പുഴയാണല്ലേ. ആ ആലപ്പുഴയിൽ കുറേ കനാലുകളുണ്ട്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ചോദിക്കാറുണ്ട്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. എന്താണ് കനോലി കനാൽ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി ആയിരുന്നു. അദ്ദേഹം 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. ആദ്യം പൊന്നാനിയും അതുപോലെ തന്നെ ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കനാലുകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. എന്താണ് പാർവതി പുത്തനാർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലാണ്. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തെയായിരുന്നു. കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് പറയുന്നത്? ആദ്യം തന്നെ അല്ലേ മുൻകാലങ്ങളിലൊക്കെ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനൊക്കെ ഏറ്റവും ആശ്രയിച്ചിരുന്നത് സമുദ്ര ഗതാഗതത്തിനായിരുന്നു. രാജ്യാന്തര യാത്രകൾക്കും അതുപോലെ തന്നെ ചരക്ക് നീക്കത്തിനും. അതുപോലെ തന്നെ കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ദിശയിലെ കാറ്റിൻ്റെ ദിശ നോക്കിയിട്ടാണ് പായ്ക്കപ്പലുകൾ സഞ്ചരിക്കുന്നത്. അത് സമുദ്ര ഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ അത് മറ്റ് ദേശങ്ങളിലേക്കുള്ള യാത്രകളും വർദ്ധിച്ചു.
പിന്നീട് ആവി യന്ത്രം കണ്ടെത്തി. ആവി യന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിച്ചു. അത് കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കി. മറ്റേത് കാറ്റായിരുന്നു, പിന്നീട് ആവി യന്ത്രം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുക. സമുദ്രജല ഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ്. അപ്പോൾ സമുദ്രജല ഗതാഗതം കൂടുതലായിട്ട് സാധ്യം തീരദേശ ജലപാതയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകുന്നതൊക്കെ തീരദേശ ജലപാത വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ചരക്കും അവരൊക്കെ കൊണ്ടുപോയിരുന്നത് തീരദേശ ജലപാതയും, അതുപോലെ തന്നെ ഈ രാജ്യങ്ങളെ തുറമുഖങ്ങൾക്കിടയിൽ താമസിക്കുന്നവരുടെയും അവരുടെ ചരക്കൊക്കെ കൊണ്ടുപോരുന്നത് അന്താരാഷ്ട്ര ജലപാതയാണ്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായിട്ട് നടക്കുന്നത്. അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ് കൂടുതലായിട്ട് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായിട്ട് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്തൊക്കെയായിരിക്കണം ജലഗതാഗതത്തിന് മേന്മകൾ? എന്തൊക്കെയായിരിക്കും? താരതമ്യേന ചിലവ് കുറവാണ്, മലിനീകരണം കുറവാണ് അല്ലേ? മലിനീകരണം കുറവാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചരക്കുകൾ നമുക്ക് സംവഹിക്കാനായിട്ട്, ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ വിദേശ വ്യാപാരം അല്ലേ, വിദേശത്ത് ആയിട്ട് വ്യാപാരം ചെയ്യുന്നതിനായിട്ടും ഈ ജലഗതാഗതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ താരതമ്യേന ചിലവ് കുറവാണ്, മലിനീകരണം കുറവ്, ചരക്ക് സംവഹനശേഷി, വിദേശ വ്യാപാരം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാൽ പറഞ്ഞു, കനോലി കനാലും പാർവതി പുത്തനാറ എന്ന് പറഞ്ഞു. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആലപ്പുഴയാണ്. സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലത്തെയാണെന്ന് പറയുന്നത് തുറമുഖം എന്ന് പറയുന്നത് അല്ലേ? സമുദ്രതീരത്ത് കപ്പലടുപ്പിക്കുന്ന സ്ഥലത്തെയാണ് തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞല്ലേ, തിരുവനന്തപുരത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. വിഴിഞ്ഞം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ കൊച്ചി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, ഇനി നമുക്ക് വ്യോമഗതാഗതത്തിലേക്ക് പോകാം. നമ്മൾ 2 ഗതാഗതം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്കിസ് മോൺ ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജോക്കസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയമുളവാക്കി. ആ കാഴ്ച ജാക്കസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോൺ ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച് ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിൽ അരമണിക്കൂർ പറന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്ന് ഒരു കഥ പറയാം അല്ലേ? 1783 ഒരു സംഭവമാണിത്. പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിടാൻ കാരണവും 1783 ഈ സംഭവമാണ്. ചൂടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആദ്യമായിട്ട് ചൂടുവായു നിറച്ച ബലൂണുകളായിരുന്നു. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം എന്താണ്? സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. തുടർന്ന് വേഗത കുറച്ച് താഴെത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ ചൂടുവായു നിറച്ച ബലൂണുകൾ ഉപയോഗിച്ചു. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ ഉപയോഗിച്ചു. അതിനുശേഷം വേഗത കുറച്ച് താഴെത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇതൊന്നും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ സുരക്ഷയും കുറവായിരുന്നു അല്ലേ? ആകാശ കപ്പൽ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാരച്യൂട്ടും നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും ആണ് വിമാനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. റൈറ്റ് സഹോദരന്മാരാണ്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? ഫ്ലയർ 1 ആയിരുന്നു. ഫ്ലയർ 1 എന്നായിരുന്നു ആദ്യത്തെ വിമാനത്തിൻ്റെ പേര്. ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1900
1903 ഡിസംബർ 17-നാണ് ഫ്ലയർ 1 പറന്നുയർന്നത്. 1903 ഡിസംബർ 17-നാണ് ഫ്ലയർ 1 പറന്നുയർന്നത്. ഫ്ലയർ 1 നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർബിൽ റേറ്റും വിൽബർ റേറ്റിന് നൽകിയിട്ടുണ്ട്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു. കാലക്രമേണ ഹെലികോപ്റ്ററായി, ജെറ്റ് വിമാനമായി, യാത്രാ വിമാനമായി, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കുവാൻ മനുഷ്യർക്ക് സാധിച്ചു. അപ്പോൾ ആദ്യത്തെ വിമാനം ഫ്ലയർ 1 ആണ്. ഓർബിൽ റേറ്റും വിൽബർ റേറ്റും ഓടിയിട്ടാണ് കണ്ടെത്തിയത്. 1903 ഡിസംബർ 17-നാണ് അമേരിക്കയിൽ വെച്ചത് ആദ്യമായിട്ട് പറന്നുയർന്നത്. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂരയാത്രകൾക്കായിട്ട് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗ്ഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായിട്ടും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായിട്ടും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. 1911 അലഹാബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതം തുടക്കം കുറിച്ചത്. കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനമാണ് ആദ്യം തന്നെ പോയിരുന്നത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. അപ്പോൾ 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ഏതാണ്? ടാറ്റ എയർലൈൻസ് ആണ്. ടാറ്റ എയർലൈൻസ് ആണ് ആദ്യത്തെ വിമാന കമ്പനി. ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ ബോംബെ വരെയാണ് ആദ്യത്തെ സർവീസ് നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ആദ്യത്തെ സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ടാറ്റ എയർലൈൻസ് കറാച്ചി മുതൽ മുംബൈ വരെയാണ്. ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻസ് ആണ്. 1932 കറാച്ചി മുതൽ ബോംബെ വരെയാണ് ആദ്യത്തെ സർവീസ് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ മുംബൈയിലെ ജുഹുവിലാണ്. മുംബൈയിലെ ജുഹു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ വിമാനത്താവളം ജുഹു ആണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്നാണ് പറഞ്ഞത് 1911 അലഹാബാദിൽ വെച്ചിട്ടാണ് ആദ്യം കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് പോയിരുന്നത്. അതിനുശേഷം 1912 ആയപ്പോൾ ഇന്ത്യയിലേക്കുമാണ് തിരിച്ചുമുള്ള ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കൊക്കെ ഡൽഹിയിലേക്കൊക്കെ ഒരു സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 കറാച്ചി മുതൽ ബോംബെ വരെ സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ഓക്കെ, ഇനി വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഭൂമി ഒരു ആഗോള ഗ്രാമമാക്കി മാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? വിനോദസഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. വാണിജ്യത്തിൻ്റെ വ്യാപനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ ഇതൊക്കെയാണ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമി ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. വിനോദസഞ്ചാരം, വാണിജ്യത്തിൻ്റെ വ്യാപനം, പ്രകൃതി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനം. അപ്പോൾ നോക്കി, വായു മലിനീകരണം ഡൽഹിയിലും സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് ഏറ്റവും കൂടുതൽ ഡൽഹിയിലാണ്. അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഡൽഹിയിലാണ്. വാഹനങ്ങളുടെ എണ്ണം അതിനാലാണ് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി എന്ത് ഉപയോഗിക്കണം? പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കുക? എന്തൊക്കെയാണ് വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? വർദ്ധിച്ച ഗതാഗതക്കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന വാഹന അപകടങ്ങൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഈ വാഹനങ്ങൾ കൂടുതലായപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യാഘാതങ്ങളാണ്. ഗതാഗതക്കുരുക്ക്, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹന അപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനട യാത്രക്കാരെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്.
ആശയവിനിമയം എന്ന് വെച്ചാൽ എന്താണ്? ഒരിടത്ത് നിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റ് വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനാണ് ആശയവിനിമയം ഉപയോഗിക്കുന്നത് അല്ലേ? ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിനാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് വ്യത്യസ്തങ്ങളായ ആശയവിനിമയോപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആശയവിനിമയം നടക്കുന്നത് എങ്ങനെയെല്ലാമാണ് ആശയവിനിമയം നടക്കുന്നത്? സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ, അതുപോലെ തന്നെ എന്താണ് പത്രത്തിലൂടെ, അതുപോലെ തന്നെ എന്താണ് പറയുക ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് വഴിയൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ആശയവിനിമയം നടക്കുന്നുണ്ട്. ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ആശയം എങ്ങനെയായിരിക്കണം മറ്റൊരാളിലേക്ക് കൈമാറിയിട്ടുണ്ടായിരിക്കുക? എങ്ങനെയായിരിക്കും? ഭാഷയും ചിഹ്നമൊന്നും ഇല്ലാത്തപ്പോൾ ആംഗ്യങ്ങളിലൂടെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പ്രത്യേക ശബ്ദങ്ങൾ പ്രയോഗിച്ചായിരിക്കാം. അതുപോലെ തന്നെ തീയും പുകയൊക്കെ അടയാളങ്ങളായിട്ട് കാണിച്ചിട്ടായിരിക്കാം. ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാവാം. ചിത്രങ്ങളിലൂടെയായിരിക്കാം. അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെ ചലനങ്ങളിലൂടെയായിരിക്കാം ഇങ്ങനെ ഒരാളിലേക്ക് മറ്റൊരാളിലേക്ക് ആശയങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ടായിരിക്കാം. ആദിമ മനുഷ്യർ ശരീരമുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരെ സ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറുവാനായിട്ട് തീയും പുകയും അടയാളങ്ങളായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ്? ശരീരമുഖ ചലനം വഴി, അതുപോലെ തന്നെ തീയും പുകയൊക്കെ അടയാളങ്ങളായിട്ട്, ശബ്ദങ്ങളിലൂടെയൊക്കെയാണ് എങ്ങനെ ആശയങ്ങൾ കൈമാറിയിരുന്നത്. പിന്നീട് ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രാചീന കാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചിത്രങ്ങളിലൂടെയും അവരെ ആശയവിനിമയം ചെയ്തിരുന്നു. ചിത്രങ്ങളും ആശയ പ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. അതിനുശേഷമാണ് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് ഒരു നിഗമനം. എന്താണ്? സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ഏതാണ് ലിപി? ക്യൂണിഫോം എന്ന പേരിലാണ് ഈ ലിപി അറിയപ്പെടുന്നത്. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അതുപോലെ തന്നെ സുമേറിയയിൽ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി. അപ്പോൾ സുമേറിയക്കാരാണ് ആദ്യമായിട്ട് ലിപി ഉപയോഗിച്ചു തുടങ്ങിയത്. ക്യൂണിഫോം എന്നായിരുന്നു ലിപിയുടെ പേര്. കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്തിൽ രൂപം കൊണ്ടത്. വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്യൂണിഫോം ലിപി നോക്കിയേ, ക്യൂണിഫോം ലിപിയും ഹൈറോഗ്ലിഫിക്സ് ലിപിയും നൽകിയിട്ടുണ്ട്. നോക്കിയേ, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. എഴുതാൻ ഉപയോഗിച്ച പ്രതലം എന്താണ്? ശിലയാണ്. ഉപകരണം എന്താണ്? കൂർത്ത കല്ലുകൊണ്ടായിരിക്കണം എഴുതിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചെമ്പു തകിട് നൽകിയിട്ടുണ്ട്. ലോഹ എഴുത്താണി കൊണ്ടാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. താളിയോല നൽകിയിട്ടുണ്ട്. അത് എഴുത്താണി അല്ലെങ്കിൽ നാരായം കൊണ്ടായിരിക്കണം എഴുതിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? പത്രം, കത്ത്, റേഡിയോ, ഫോണ്, ടെലിവിഷൻ, അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇപ്പോൾ സന്ദേശം കൈമാറുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായിട്ട് കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ ചിത്രങ്ങളിലെ മാർഗങ്ങളിലൊന്നാണ് ഇവിടെ ചിത്രം നൽകിയിട്ടുള്ളത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. അപ്പോൾ ആദ്യം നായകളെയും പക്ഷികളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. പിന്നീട് അച്ചടി യന്ത്രമാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതോട് കൂടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് എളുപ്പമായിട്ട് മാറിയത്. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ എങ്ങനെയാണ്? മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരായ ആരാണ്? ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ആരാണ് കണ്ടുപിടിച്ചത് അച്ചടി യന്ത്രം? ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം നൽകിയിട്ടുണ്ട്. ആദ്യം മരപ്പലക കൊണ്ടായിരുന്നു. പിന്നീട് ഇരുമ്പ് ഉപയോഗിച്ച അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഗുട്ടൻബർഗ് ആണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ് ചോദിക്കാറുണ്ട് കേട്ടോ. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം.
തപാൽ സംവിധാനത്തിലേക്ക് കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം തപാലായി അതിനുശേഷം ടിവിയും ടെലിവിഷനും ഫോണൊക്കെ ആയതിനു ശേഷമാണ് കൂടുതലായിട്ട് ആശയവിനിമയം നടക്കുന്നത് അല്ലേ. ഇന്ത്യൻ തപാൽ പെട്ടി നൽകിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആശയവിനിമയ രീതികൾ, അതായത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് 2 രീതികളിലാണ് ആശയവിനിമയ രീതികളിൽ പറയുന്നത്. ഒന്ന് വ്യക്തിഗത ആശയവിനിമയം, രണ്ടെന്താണ് ബഹുജന ആശയവിനിമയം. വ്യക്തിഗത ആശയവിനിമയം, ബഹുജന ആശയവിനിമയം എന്ന് പറയുന്ന 2 ആശയവിനിമയങ്ങളാണുള്ളത്. വ്യക്തിഗത ആശയവിനിമയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളെയാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങൾ ആശയങ്ങളൊക്കെ വിനിമയം കൈമാറ്റം ചെയ്യുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം അല്ലെ. വ്യക്തി എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് വ്യക്തിയിൽ നിന്ന് വ്യക്തികളിലേക്ക്. അപ്പോൾ എങ്ങനെയാണ്? ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോണൊക്കെ എന്താണ്? വ്യക്തിഗത ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ് മെഷീൻ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ. ഇനി എന്താണ് ബഹുജന ആശയവിനിമയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനാണ് ബഹുജന ആശയവിനിമയം ഉപയോഗിക്കുന്നത്. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളെ ബഹുജന ആശയവിനിമയോപാധികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനാണ് ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത്. ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളെയാണ് ബഹുജന ആശയവിനിമയോപാധികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബഹുജന ആശയവിനിമയോപാധികൾ എന്ന് പറയുന്നത്? വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുകയാണ് അല്ലേ. വ്യക്തി ടു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വ്യക്തിഗതയാണ്. അതുപോലെ തന്നെ ബഹുജനം, അതായത് എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് എന്തുപയോഗിക്കുന്നു? ബഹുജന ആശയവിനിമയ ഉപാധികൾ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ എന്താണ്? സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകമൊക്കെ എന്താണ്? ബഹുജനങ്ങളിലേക്ക് എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതാണ് പത്രം, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകങ്ങൾ. മേൽ സൂചിപ്പിച്ചവ കൂടാതെ പുസ്തകം, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വലിയൊരു വിഭാഗം ആളുകളുമായിട്ട് ആശയം കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പുസ്തകം, മാഗസിൻ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ. ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് അല്ലേ. ഈ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വീഡിയോ കോൺഫറൻസ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കുവാനും ആശയങ്ങൾ കൈമാറുവാനും കഴിയുന്നു. ഇനി ഇ-കൊമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങൾ സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനം. നമുക്കറിയാം മീഷോ പോലത്തെ ആപ്പുകളൊക്കെ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ കുറേ സെയിലിംഗ് ആപ്പുകൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇമെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുക അല്ലെ. ഇമെയിൽ ഉപയോഗിക്കുന്ന സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. ടെലിമെഡിസിൻ, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുന്നതിനായിട്ട് ടെലിമെഡിസിൻ എന്ന് പറയുന്ന എന്തുണ്ട് അല്ലേ. ഇപ്പോൾ വിവര സാങ്കേതിക വിദ്യ സഹായത്തോടെ നമുക്ക് ഓൺലൈൻ സേവനം ഉണ്ട് അല്ലേ. ഓൺലൈനായിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാവുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതിനാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ്. ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരുവാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു. സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ കേരള ഗതാഗത ഭൂപടമൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളമുണ്ട്. എന്തൊക്കെ വിമാനത്താവളങ്ങളാണ്? കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്, അതുപോലെ കൊച്ചിയിലുണ്ട്. കൊച്ചി തുറമുഖത്തെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഏതൊക്കെയാണ്? തിരുവനന്തപുരത്ത് അന്തർദേശീയ വിമാനത്താവളമുണ്ട് അല്ലേ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.